ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നലെ യൂസ്ഫുൾ വീഡിയോ ഉണ്ടായി ചെയ്യാൻ. അപ്പോൾ ഇത് സ്റ്റാൻഡ് ഇത് ഞാനിപ്പോൾ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീന് വേണ്ടിയാണ് സ്റ്റാൻഡ് മേടിച്ചത്. ഇത്രയും ചെറുതാണെന്ന് വിചാരിക്കണം കേട്ടോ. ഇത് സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു 4 ഇത് കണ്ടു, 4 ഇതുപോലത്തെ 4 അഡ്ജസ്റ്റബിൾ ഇതുണ്ട്. ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൂസ് ചെയ്യുക. ലൂസ് കഴിഞ്ഞാൽ ഇതാണ് ഒരു കയ്യിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ നീളം വേണ്ട. നിങ്ങൾ ഏകദേശം നേരത്തെ കണ്ടതിനെക്കാട്ടും നീളം വീതി ഇനിയും ഇത് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നേരത്തെ ഇത്രത്തോളം, പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ട ഇത്രത്തോളം ഇത് കിടപ്പുണ്ട്. ഈ നീളം വീതി കൂട്ടാൻ പറ്റും. ഞാൻ മാക്സിമം കുറച്ച് ഇതിൻ്റെ അകത്ത് പറ്റണ അത്ര ഞാൻ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ചെറുതാക്കാം. ഇതിങ്ങനെ ടൈറ്റ് ചെയ്തെന്ന് വെച്ചാൽ അത്യാവശ്യം എത്രത്തോളം നീളം വേണോ, നീളം വീതിയും വേണോ, നമുക്ക് ആവശ്യമുള്ള ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്റ്റേ കണ്ട സ്റ്റേ കാണിച്ചു. ഈ സ്റ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീലിനെക്കാട്ടും താഴത്തോട്ടാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ വീൽ ആവശ്യമില്ലെങ്കിൽ, റൊട്ടേഷൻ എപ്പോഴും മൂവ്മെൻ്റ് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഇതിൽ ആയിട്ട് വെക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല വില, അത്യാവശ്യം വെയിറ്റ് വാങ്ങും. പിന്നെ ഇതിനാകെ ഈ 4 വീല് മാത്രമേ ഈ കവറിൽ വല്ലുണ്ട്. പിന്നെ ഈ നെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലോക്ക് ചെയ്ത് വെക്കാനുള്ളതാണ്. ഈ ഹൈറ്റ് കൂട്ടി വെച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ആയി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ സിമ്പിൾ ഇതാണ്. ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട്. ഞാനപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സിമ്പിളായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാട്ടെ. ഇത് ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ അറിയാൻ പാടില്ലാത്തവർക്ക് ഇതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്നും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏറെക്കുറെ ഇതിനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 800 രൂപ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. നമുക്ക് ടേബിളൊക്കെ ഇപ്പോൾ ടേബിളിൻ്റെ കാലിൻ്റെ അറ്റം മാത്രം പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റേ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കമ്പ്യൂട്ടർ ടേബിളൊന്നും വീലില്ലാതെ തന്നെ ഉണ്ട്. പിന്നെ അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നമുക്കിത് യൂസ്ഫുള്ളാക്കിയിട്ട് കുറച്ച് ഹൈറ്റും കിട്ടും. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ടേബിളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിർത്താൻ പറ്റും. അപ്പോൾ മൂവ്മെൻറ്റ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഈ പുഷ് മുകളിലോട്ട് ഇട്ടിട്ട് വീലിൽ തന്നെ ഇതൊക്കെ. വീലിന് സെപ്പറേറ്റ് ലോക്കൊന്നുമില്ല. അത് എപ്പോഴും ഇങ്ങനെ നമ്മൾ അനക്കണനുസരിച്ച് അനങ്ങിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റേ അടിക്കണമെങ്കിൽ ഇതേപോലെ സ്റ്റേ അടിച്ച് നിർത്തുക. അപ്പം എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ സ്റ്റാൻഡാണെന്ന് തോന്നി കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം നമുക്കിപ്പോൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജിനും മാത്രമല്ല, ഇതേപോലെ വല്ല ടേബിളാ അങ്ങനെ വല്ലൊക്കെ മൂവ്മെൻറ്റ് ഇത് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി വീട്ടിൽ ടേബിൾ ഉണ്ട്, കമ്പ്യൂട്ടർ ടേബിൾ, അതേപോലെ വേറെ വല്ല ടേബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെൻറ്റ് എപ്പോഴും ആവശ്യമുള്ള സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടി യൂസാണ്. അതുകൊണ്ടിട്ട് പിന്നെ നമുക്ക് നഷ്ടമില്ല. നമുക്കിപ്പോൾ മേടിച്ച് ഒരെണ്ണത്തിൽ മറ്റില്ലെങ്കിൽ ഫ്രിഡ്ജിനാ വാഷിംഗ് മെഷീനാ ഏത് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളു. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് ക്വാളിറ്റി അടിപൊളിയാണ്. അത്യാവശ്യം എല്ലാം മെറ്റലിലൊക്കെ നല്ല സ്ട്രോങ് ആണ്. പിടിച്ചണങ്ങനെയൊന്നും വളയോ ഇതൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.